എന്തായാലും കിരൺ തുടരുകയാണ്. കിരൺ, ഇവിടെ ഇതാ ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഈ മോദി സർക്കാരിൻ്റെ മൂന്നാം ബജറ്റിൽ സാധ്യതയില്ല എന്ന ഒരു പൊതു നിരീക്ഷണം ഉണ്ടായിരുന്നു. കാരണം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലില്ല, ഏതെങ്കിലും തരത്തിൽ മുന്നണിക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഭീഷണിയില്ല, സമ്മർദ്ദങ്ങളില്ല എന്നതുകൊണ്ട് തന്നെ എങ്കിൽ പോലും ഇപ്പോൾ ഈ ആകർഷകമാകുന്ന പ്രഖ്യാപനങ്ങളുടെ ഗണത്തിലേക്ക് ഏതൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഉൾപ്പെടുന്നത് കിരൺ? അഭിലാഷ്, പ്രധാനമായും ഈ 7 റെയിൽ കോറിഡോർ, ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പദ്ധതി തന്നെയാണ് ഏറ്റവും അതിൽ ആകർഷകമായ പ്രഖ്യാപനമായി വരുന്നത്. അതോടൊപ്പം തന്നെ 3 എയിംസ് മാതൃകയിൽ 3 ആയുർവേദ മെഡിക്കൽ കോളേജുകൾ വരുന്നു എന്നുള്ളതുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രഖ്യാപനങ്ങൾ, ഏകദേശം 10 പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടത്. അതിൻ്റെ പലതിൻ്റെയും ഗുണം കേരളത്തിന് കൂടി ലഭിക്കുന്നതാണ്. തേങ്ങയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ കശുവണ്ടി, മൂല്യവർദ്ധിത ഉൽപ്പന്നമായ കശുവണ്ടി പ്രീമിയം ക്വാളിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട ശേഷിയുള്ള അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള കശുവണ്ടി ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളുമൊക്കെ ഉണ്ട്. ഈ 10 പ്രധാനപ്പെട്ട മേഖലകൾ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ബജറ്റ് മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെയാണ്. ഒന്ന്, ചെറുകിട കർഷകർക്ക് പ്രത്യേകമായ ശ്രദ്ധ നൽകുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ മേഖലയിൽ കേരളത്തിൻ്റെ പല കാർഷിക മേഖലയിലും അത് ഗുണം നൽകുന്നതാണ്. ദുർബലരെ ശാക്തീകരിക്കുക, അതോടൊപ്പം തന്നെ ഈ കർഷകരുടെ മാനസിക ആരോഗ്യവും ട്രോമ കെയർ ലഭ്യമാക്കുക എന്നുള്ളതാണ്. കാർഷിക മേഖലയിൽ വലിയ തരത്തിലുള്ള ആത്മഹത്യയുമൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക, അതിന് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനമാണ്. ആ മേഖലയിലൂടെ ബഡ്ജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മറ്റൊന്ന്, 500 ജലസംഭരണികൾ വികസിപ്പിക്കാനുള്ള പദ്ധതി ബജറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. തീരപ്രദേശങ്ങളിലെ മത്സ്യബന്ധന ശൃംഖല ശക്തിപ്പെടുത്തുക, അത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കേരളം 29 ആവശ്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത്. അതിൽ പ്രത്യേക പാക്കേജ് ഉൾപ്പെടുന്നുണ്ടായിരുന്നു, വിഴിഞ്ഞത്തിന് കൂടുതൽ പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രഖ്യാപനത്തിൽ കാണാൻ സാധിക്കുന്നില്ല. നാളികേര കർഷകരെ പ്രോത്സാഹിപ്പിക്കുമെന്നത് കാണുന്നുണ്ട്. ധാതുമണലുമായി ബന്ധപ്പെട്ട ഇടനാഴി കേരളത്തിന് അനുവദിച്ചു എന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചില പദ്ധതികളിൽ കേരളത്തിൻ്റെ പേരുകൂടി കേൾക്കാൻ സാധിച്ചു. എങ്ങനെയാണ് താങ്കൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്? അതെ, ഇതിപ്പോ നമ്മള് പ്രാഥമികമായി കേരളത്തിന്റെ പേര്, ഇപ്പൊ നാളികേരം എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് കേരളത്തിന്റെ പേരാണ്. പക്ഷെ ഇന്ന് കേരളത്തെക്കാൾ നാളികേരം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ വേറെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വിശദ വിവരങ്ങൾ കിട്ടാതെ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം നമ്മള് പ്രതീക്ഷ ഒന്നും നടന്നിട്ടില്ല. കേരളത്തിന് എയിംസ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ പുതിയ ഹൈവേ വരുന്നു എന്ന് പറഞ്ഞു, പിന്നെ അതിവേഗ വരുന്നു എന്ന് പറഞ്ഞു, അതായിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പൊതുവായി പറഞ്ഞ പല കാര്യങ്ങളിലും കേരളത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നല്ലാതെ എക്സ്ക്ലൂസീവായി അതിനെക്കുറിച്ച് വിവരം കിട്ടണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണെന്ന് യാതൊരു ഇതുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. യെസ്, എന്തായാലും കൂടുതൽ ഡേറ്റകൾ പുറത്തു വന്നതിന് ശേഷമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ. അതേസമയം ചില നീക്കങ്ങൾ, പ്രത്യേകിച്ച് ഫാർമ രംഗത്തടക്കം വലിയ തോതിലുള്ള നിക്ഷേപം നടത്തുമ്പോൾ അത് തീർച്ചയായും രാജ്യത്തിൻ്റെ കയറ്റുമതി മേഖലയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്, അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിന് ഇന്ത്യയുടെ മറുപടി എന്ത് എന്നതാണ്. അവിടെയാണ് യൂറോപ്യൻ യൂണിയനുമായി കരാറിലേക്ക് ഏർപ്പെടുമ്പോൾ ഫാർമ രംഗത്ത് നിന്ന് അടക്കം വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് മരുന്നുകൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഇന്ത്യയെ ഗ്ലോബൽ ബയോ ഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാൻ 10,000 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത് എന്നതാണ്. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷന് വേണ്ടി 40,000 കോടി രൂപയും മാറ്റിവെക്കുമ്പോൾ അവിടെ അത്തരം കൃത്യമായ ലക്ഷ്യങ്ങൾ ഈ ബജറ്റ് മുന്നിൽ കാണുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.